കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷിൻ്റെയും ചാന്ദിനിയുടെയും കല്യാണമാണ്. സുഭാഷും ഹരീഷും നികേഷും സുധീഷും നിധിയും എല്ലാവരും ഒരുമിച്ചിരിക്കുകയായിരിക്കും. ആ സമയത്ത് നിധി ഈ സുധീഷിനോട് ചോദിക്കും, അമ്പലത്തിലോട്ട് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെച്ചില്ലേന്ന് ചോദിക്കും. ആ സമയത്ത് സുധീഷ് പറയും, എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നാളെ അമ്പലത്തിലോട്ട് പോകാനുമ്പോൾ തലയിൽ ചൂടാനുള്ള മുല്ലപ്പൂവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും സുധീഷ് നിധിയോട്. അപ്പം നിധി പറയും ഓക്കെ എന്ന്. പിന്നീട് നിധി ചോദിക്കും, ഫോട്ടോഗ്രാഫർ എപ്പോഴൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഏട്ടത്തി. സുധീഷ് നിധിയോട് ചോദിക്കും, എല്ലാം എടുത്തു വെച്ചു, പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു വെച്ചിട്ടില്ലെന്ന് പറയും. ആ സമയത്ത് നിധി ചോദിക്കും അതെന്താണെന്ന്. ആ സമയത്ത് സുധീഷ് പറയും താലി എന്ന്. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തു വെക്കാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിധി താലി എടുത്ത് സുഭാഷേട്ടന് കൊടുക്കും. ഇതാ സുഭാഷേട്ട, ഇതാണ് നാളെ കെട്ടാൻ പോകുന്ന താലി. അങ്ങനെ അത് വാങ്ങിക്കുന്ന സമയത്ത് സുഭാഷ് പറയും, എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷേ ഇതിന് ഒരുപാട് ക്യാഷ് ആയിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ് നിധിയോട്. ആ സമയത്ത് നിധി പറയും, അതിനെക്കുറിച്ചൊന്നും സുഭാഷേട്ടൻ ചിന്തിക്കണ്ട, എങ്കിലും കല്യാണമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ചിലവായിട്ടുണ്ടാകും. താലി വാങ്ങാൻ, അതുപോലെ ഫുഡിന്, ഫോട്ടോഗ്രാഫറിന്, അങ്ങനെ ഡ്രസ്സ്, ഇതിനെല്ലാം ഒരുപാട് കാശ് ചിലവായിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, സുഭാഷേട്ടൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, അതെല്ലാം ഞങ്ങൾ റെഡിയാക്കിക്കോളാം എന്ന് പറയുകയാണ്. ആ സമയത്ത് സുഭാഷ് ചോദിക്കും, നിങ്ങൾക്ക് എവിടെന്നാ ഇതിനൊക്കെ ക്യാഷ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സുഭാഷേട്ടൻ ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾക്കും വേണ്ടിയിട്ട് സുഭാഷേട്ടൻ ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നത്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കും, എന്താ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതെന്ന്. ആ സമയത്ത് നിധി പറയും, നാളെ കല്യാണത്തിന് കെട്ടാനുള്ള താലിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിൻ്റെ കയ്യിൽ നിന്നും ഭാസ്കരൻ അത് വാങ്ങിക്കും. ഭാസ്കരൻ പറയും, ഇത് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. ആ സമയത്ത് സുധീഷ് പറയും, നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് താലി നിങ്ങൾ വാങ്ങിയാൽ മതി, മാല ഞാൻ വാങ്ങിച്ചോളാം എന്ന്. ആ സമയത്ത് ഭാസ്കരൻ വേറെ എവിടേക്കൊക്കെയോ നോക്കുകയായിരിക്കും. അപ്പോൾ സുധീഷ് പറയും, നിങ്ങളോടാണ് ഞാൻ പറയുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഭാസ്കരൻ ഒരു കവറിൽ നിന്നും ഒരു മാല എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഭാസ്കരൻ പറയും, ഈ ഭാസ്കരൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. പറയും, ഇന്നാ ഇത് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിന് കൊടുക്കും. അങ്ങനെ സുഭാഷ് ചോദിക്കും, എവിടെന്നാ അച്ഛൻക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറയും. അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ താലി അത് മൂത്ത മരുമകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ നിധിക്ക് കൊടുത്തു. പിന്നെ ഈ മാല ഇത് സുധീഷിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ നിനക്ക് തന്നു എന്ന് പറയുകയാണ് സുഭാഷിനോട്. ഇങ്ങനെ സുഭാഷ് അതിങ്ങനെ എടുത്തു നോക്കും. പിന്നീട് ഭാസ്കരൻ ചെന്ന് ഹരീഷിന് കൊടുക്കും. ഈ വള നിൻ്റെ അമ്മയുടേതാണ്, ഇത് നിനക്ക് തരാൻ പറഞ്ഞതാണെന്ന് പറയും. അതെല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് നിധി ഇങ്ങനെ നികേഷിനെ നോക്കും. ആ സമയത്ത് നികേഷ് അവർക്കെല്ലാവർക്കും കൊടുത്തത് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും. അപ്പോൾ ഭാസ്കരൻ ഇങ്ങനെ നിധിയെ നോക്കുന്ന സമയത്ത് നിധി ഇങ്ങനെ നികേഷിനെ നോക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ പറയും, നികേഷിന് അവന് കല്യാണം കഴിക്കുന്ന സമയത്ത് കൊടുക്കും, ഇപ്പോൾ അവന് പഠിക്കുകയല്ലേ, അവനക്ക് ഇപ്പോഴല്ല കൊടുക്കുന്നത്, ഇപ്പോൾ ഇവരൊക്കെയല്ലേ കല്യാണത്തിന് പ്രായമായി നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് സന്തോഷമാവും. നിധി സുഭാഷിനോട് പറയും, നോക്കട്ടെ സുഭാഷേട്ട താലി എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കും. സുധീഷ് പറയും, ഇപ്പോഴാണ് ഒരു കല്യാണത്തിൻ്റെ ഫീല് വന്നത് താലി കണ്ടപ്പോൾ എന്ന് പറയും. സുധീഷ് പറയും ഭാസ്കരനോട്, എന്തേ അച്ഛൻ ഇത്രയും കാലമായിട്ട് ഞങ്ങളോട് മാലയും വളയും എല്ലാം ഉള്ള കാര്യം പറഞ്ഞില്ല എന്ന് ചോദിക്കും. ആ സമയത്ത് ഭാസ്കരൻ പറയും, അതൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. അപ്പോൾ ഹരീഷ് പറയും, അയാൾ നന്നായി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയും, എനിക്ക് വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നികേഷ് ഹരീഷിനോട് ചോദിക്കും, ഇത് ആർക്കാണ്, ഇത് നീതുവിനാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് അത് എടുത്തുകൊണ്ട് സുഭാഷിൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കും. ഇത് സുഭാഷ് ഏട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് സുഭാഷ് പറയും, എടാ എനിക്കെന്തിനാ ഇത്, നീ പിടിച്ചോ എന്ന് പറയുകയാണ്. പിന്നീട് ഹരീഷിൻ്റെ കയ്യിലുള്ള വേറൊരു വള നിധിക്ക് കൊടുക്കും. ആ സമയത്ത് നിധി പറയും, അതെന്തിനാ, ഇത് നിൻ്റെയും നീതുവിൻ്റെയും കല്യാണ സമയത്ത് നിനക്കുള്ളതാണ് എന്ന് പറയും. ആ സമയത്ത് സുധീഷ് പറയും, ഈ വള നിനക്ക് വേണ്ടി നമ്മളുടെ അമ്മ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, അത് ആ സമയത്ത് ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, ഞാൻ ചാന്ദിനിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ വള വാങ്ങിച്ച് കൊടുത്തോണ്ട് എന്ന് പറയും. യേശ് ഭാസ്കരനോട് ചോദിക്കും, ഞാൻ ഇത് ആർക്ക് കൊടുത്താലും പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ പറയും, നിൻ്റെ അമ്മ നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു, അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചു, നിനക്ക് പിന്നെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതിൽ അതിൽ പ്രശ്നമില്ലെന്ന് പറയും. ആ സമയത്ത് നിധി പറയും, ഇത് നീ തന്നെ വെച്ചോ. അപ്പോൾ ഹരീഷ് പറയും, ഇതിപ്പോൾ തൽക്കാലം ഏട്ടത്തി തന്നെ ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിധിക്ക് കൊടുക്കും.
അങ്ങനെ നിധി ആ വള ഇടുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.